ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോംശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഉയർപ്പ് കാലത്തെ ഈ ഞായറാഴ്ചയിൽ നാം വചനവിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈശോ തൻ്റെ ഉദ്ധാനത്തിന് ശേഷം 3-ാമത്തെ പ്രാവശ്യം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ്. ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നഷ്ടപ്പെടുന്ന അവസരത്തിൽ തങ്ങളുടേതായ പഴയ ചിന്തകളിലേക്ക്, പഴയ വ്യാപാരങ്ങളിലേക്ക് കടന്നു പോകുന്ന ശിഷ്യന്മാരെയാണ് വചനത്തിലൂടെ കണ്ടുമുട്ടുക. തിബേരിയസ് എന്ന് പറയുന്ന കടൽത്തീരത്തിലൂടെ കടന്നു പോകുന്ന ശിഷ്യന്മാർ, അവിടെ മീൻ ലഭിക്കുവാനായിട്ട് നിരന്തരം പരിശ്രമിക്കുന്ന ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിലേക്ക്, അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഉത്തരനായ ക്രിസ്തുവിനെയാണ് നാം തിരിച്ചറിയുന്നത്. ഈ ഉത്തരനായ ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന ശിഷ്യന്മാർ തങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും തങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ സ്വന്തമാക്കുകയും ചെയ്യുന്ന രംഗമാണ് ഈ വചനത്തിലൂടെ നാം കണ്ടുമുട്ടുക. ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് 3 ചിന്തകളാണ് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് സ്വയം വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്നതാണ്. തിബേരിയാസ് കടൽത്തീരത്ത് കടന്നു വരുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകുന്ന ശിഷ്യന്മാർ ഈ ഒരു വചനത്തിന്റെ ആദ്യ ഭാഗം നാം കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് മത്സ്യത്തിന്റെ സമ്പത്ത് ലഭിക്കുമ്പോൾ അതിനെ ഓർത്ത് അത് ക്രിസ്തുവാനും തിരിച്ചറിയുന്ന ശിഷ്യന്മാരെയാണ് നാം പിന്നീട് കാണുന്നത്. ഇപ്രകാരമുള്ള ശിഷ്യന്മാരുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും അവനെ മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് വെളിപ്പെടുത്തുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് വചനം നമുക്ക് നൽകുന്നത്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിനെ ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട്, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ജീവിത സാക്ഷ്യമായിട്ട് മാറ്റുവാനുള്ള വലിയൊരു ബോധ്യം അല്ലെങ്കിൽ വലിയൊരു അവബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. വീണ്ടും വചനഭാഗം നമുക്ക് നൽകുന്ന 2-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തു ദർശനങ്ങളെ മുറുകെ പിടിക്കുക എന്നതാണ്. ക്രിസ്തു ദർശനങ്ങളെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്തു നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഇപ്രകാരമുള്ള മത്സ്യങ്ങൾ ലഭിക്കാതെ പോകുന്ന അവസരത്തിൽ അവർക്ക് പ്രത്യാശ പകർന്നുകൊണ്ട് ക്രിസ്തു കടന്നു വരിക. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം പ്രത്യാശ നിറഞ്ഞ, പ്രതീക്ഷ നിറഞ്ഞ അവസരങ്ങളുമായിട്ട് ക്രിസ്തു കടന്നു വരുമ്പോൾ അത് ജീവിതത്തിന്റെ പ്രതിസന്ധികളാകാം, പരാജയങ്ങളാകാം. ആ ഇടങ്ങളിലെല്ലാം ക്രിസ്തുവിനെ ദർശിക്കുവാനും ആ ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുമ്പോഴും നമുക്ക് പ്രത്യാശയുടെ ജീവിതങ്ങളായിട്ട് മാറ്റുവാൻ സാധിക്കും. ഒരിക്കൽ ഞാൻ വായിച്ചു കേട്ട